നെക്സ്റ്റ് ഈഫ് വെച്ചിട്ട് തന്നെ ഉള്ള വേറൊരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ കാൽക്കുലേറ്റഡ് കോളം ഇൻ ദി കസ്റ്റമർ ലുക്കപ്പ് ടേബിൾ നെയിംഡ് ഇൻകം ലെവൽ. അപ്പം നമ്മൾ സെയിം കസ്റ്റമർ ലുക്കപ്പ് ടേബിളിൽ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. ആ കോളത്തിന്റെ പേരെന്താ? ഇൻകം ലെവൽ എന്ന് കൊടുക്കുക. ഇനി അതിലെ കണ്ടീഷൻസ് എങ്ങനെയാണ്? ഇഫ് ആനുവൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 1,50,000 ആണെങ്കിൽ അവിടെ എനിക്ക് ഔട്ട്പുട്ട് വെരി ഹൈ എന്നായിരിക്കണം ആ ഒരു കോളത്തിൽ കിട്ടേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 1,50,000 ആണെങ്കിൽ വെരി ഹൈ എന്നും, അതുപോലെ ആനുവൽ ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 1,00,000 ആണെങ്കിൽ ഹൈ എന്നും കിട്ടണം. ഓക്കെ, ഹൈ എന്നായിരിക്കണം കിട്ടേണ്ടത്. ഇനി ആനുവൽ ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് ടു 50,000 ആണെങ്കിൽ അവിടെ എനിക്ക് ആവറേജ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി ഈ മൂന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഔട്ട്പുട്ട് ലോ എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ സെയിം ചെയ്ത പോലെ കസ്റ്റമർ ലുക്കപ്പ് ടേബിൾ എടുക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ കോളം എടുക്കുക. ആ ന്യൂ കോളത്തിന്റെ പേരെന്താ കൊടുക്കേണ്ടത്? ഇൻകം ലെവൽ കൊടുക്കുക. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമ്മൾ താഴെ ഇതിന്റെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്, തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ദെൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുക, എങ്ങനെയാണ് സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യൂസ് എ സ്വിച്ച് ഫംഗ്ഷൻ ടു ക്രിയേറ്റ് അനദർ കോളം നെയിംഡ് എഡ്യൂക്കേഷൻ കാറ്റഗറി. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ കാറ്റഗറി എന്ന് പറയുന്ന പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്? ഇഫ് എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. അപ്പം അത് ഹൈസ്കൂൾ ഓർ പാർഷ്യൽ ഹൈസ്കൂൾ ആണെങ്കിൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ ഹൈസ്കൂൾ എന്നായിരിക്കണം അവിടെ ഔട്ട്പുട്ട് വരേണ്ടത്. അതായത് നമ്മളുടെ ടേബിളില് എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ആ കോളത്തില് ഹൈസ്കൂൾ ഉണ്ട്, പാർഷ്യൽ ഹൈസ്കൂൾ ഉണ്ട്, അതുപോലെ ബാച്ചിലേഴ്സ്, പാർഷ്യൽ കോളേജ്, പിന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി, അങ്ങനെ കുറെ എഡ്യൂക്കേഷൻ ലെവൽസ് വരുന്നുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് ഹൈസ്കൂളും പാർഷ്യൽ ഹൈസ്കൂളും വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹൈസ്കൂളിൽ നിന്നായിരിക്കണം അവിടെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇനി ബാച്ചിലേഴ്സും പാർഷ്യൽ കോളേജും വരാണെങ്കിൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ എനിക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എന്നായിരിക്കണം വരേണ്ടത്. ഇനി ഗ്രാജുവേറ്റ് ഡിഗ്രി ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നാണ് ഈ എഡ്യൂക്കേഷൻ ലെവൽ എന്നുള്ള കോളത്തിൽ ഉള്ളതെങ്കിൽ എനിക്ക് അതിന്റെ നേരെ ഗ്രാജുവേറ്റ് എന്നുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഇതും നമ്മളിവിടെ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈഫും സ്വിച്ചും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം.